കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ പോയി വന്ന വാഹനത്തിൻ്റെ ഡ്രൈവർക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു. ആ ഡ്രൈവറുടെ അമ്മയും ഭാര്യയും പിന്നെ വണ്ടിയുടെ ക്ലീനറുടെ മകനും അങ്ങനെ 3 പേർക്കാണ് ഇപ്പോൾ രോഗബാധയുണ്ടായത്. ഇപ്പോൾ മറ്റിടങ്ങളിലൊക്കെ പോയി തിരിച്ചെത്തുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ അയഞ്ഞാൽ ഉണ്ടാകുന്ന അപകടത്തിൻ്റെ സൂചനയാണ് ഇത് നൽകുന്നത്. ഇന്ന് രോഗബാധയുള്ള ആരുടെയും പരിശോധനാ ഫലം നെഗറ്റീവായി വന്നിട്ടില്ല. ഇതുവരെ 502 പേർക്കാണ് നമ്മുടെ സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്ന രോഗബാധിതരുടെ എണ്ണം 37. നിരീക്ഷണത്തിലുള്ളത് 21,342 പേര്. വീടുകളിൽ 21,034 പേര്. ആശുപത്രിയിൽ 308 പേര്. ഇന്ന് മാത്രം 86 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതുവരെ 33,800 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. 33,265 എണ്ണം രോഗബാധയില്ല എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. ഇന്ന് 1024 ടെസ്റ്റാണ് നടത്തിയത്. സെൻറ്റിനൽ സർവൈലൻസിൻ്റെ ഭാഗമായി മുൻഗണനാ ഗ്രൂപ്പിൽപ്പെട്ട 2,512 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 1,979 നെഗറ്റീവ് റിസൾട്ട് വന്നിട്ടുണ്ട്. പുതുതായി ഹോട്ട്സ്പോട്ടുകളൊന്നും ഇന്നില്ല. കണ്ണൂർ 18, കോട്ടയം 6, വയനാട് 4, കൊല്ലം 3, കാസർഗോഡ് 3, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് 1 വീതം. ഇങ്ങനെയാണ് ഇപ്പോൾ ചികിത്സയിലുള്ളവരുടെ എണ്ണം. 4 ജില്ലകൾ കോവിഡ് മുക്തമാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ നാട്ടിലേക്ക് വരാനുള്ള നടപടികൾ കേന്ദ്ര ഗവൺമെൻറ് തുടക്കം കുറിച്ചിട്ടുണ്ട്. പക്ഷേ ആളുകളുടെ എണ്ണം താരതമ്യപ്പെടുത്തിയാൽ വളരെ കുറച്ച് പേരെ മാത്രമേ ആദ്യഘട്ടത്തിൽ കൊണ്ടുവരുന്നുള്ളൂ എന്നാണ് സൂചന. കിട്ടിയ വിവരമനുസരിച്ച് കേരളത്തിലെ കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം വിമാനത്താവളങ്ങളിലായി ആദ്യത്തെ 5 ദിവസം എത്തിച്ചേരുക 2,250 പേരാണ്. ഇന്ത്യ ഗവൺമെൻറ് ആകെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് 80,000 പേരെയാണ് എന്നും ഒരു വിവരമുണ്ട്. പക്ഷേ അടിയന്തരമായി നാട്ടിലെത്തിക്കേണ്ടവരുടെ മുൻഗണന നാം കണക്കാക്കിയതനുസരിച്ച് 1,69,136 പേര് വരും. തിരിച്ചു വരാൻ രജിസ്റ്റർ ചെയ്തവർ 4,42,000 പേരും വരും. ഇപ്പോൾ നമ്മൾ
മുൻഗണന കണക്കാക്കിയത് തൊഴിൽ നഷ്ടപ്പെട്ടവർ, തൊഴിൽ കരാർ പുതുക്കി കിട്ടാത്തവർ, ജയിൽ മോചിതർ, ഇവർക്കൊന്നും പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല, ഇവരെല്ലാം ഇങ്ങോട്ട് വരൽ മാത്രമേ മാർഗമുള്ളൂ. പിന്നെ ഗർഭിണികൾ, ലോക്ക്ഡൗണിൻ്റെ ഭാഗമായി മാതാപിതാക്കളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന കുട്ടികൾ, വിസിറ്റ് വിസയിൽ പോയി കാലാവധി കഴിഞ്ഞവർ, കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ, ഇവരെല്ലാം അടങ്ങുന്നതാണ് നാം തയ്യാറാക്കിയ മുൻഗണനാ ലിസ്റ്റ്. ഇത് കേന്ദ്രത്തിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. നമ്മുടെ ആവശ്യം ആദ്യഘട്ടത്തിൽ തന്നെ ഇവരെ ആകെ നാട്ടിലെത്തിക്കണമെന്നുള്ളതാണ്. അത് കേന്ദ്രം അനുവദിച്ചിട്ടില്ല. സംസ്ഥാനം ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ശേഖരിച്ച വിവരങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിനും ബന്ധപ്പെട്ട എംബസികൾക്കും കൈമാറേണ്ടതുണ്ട്. അതിലുള്ള പ്രശ്നം, വിവരങ്ങൾ കൈമാറാനുള്ള സംവിധാനം ഇതുവരെ വിദേശ മന്ത്രാലയവും എംബസികളും ലഭ്യമാക്കിയിട്ടില്ല. ഈ കാര്യം നേരത്തെ തന്നെ ഔദ്യോഗിക തലത്തിൽ അറിയിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ പ്രധാനമന്ത്രിയോട് കത്തിലൂടെ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മുൻഗണനാ വിഭാഗങ്ങളിൽപ്പെട്ടവരെ എത്രയും വേഗം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് നാട്ടിലെത്തിക്കണമെന്നാണ് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടാനുള്ളത്. കേരളത്തിൽ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണുള്ളത്. ഈ 4 വിമാനത്താവളങ്ങൾ വഴിയും പ്രവാസികളെ കൊണ്ടുവരാനുള്ള സജ്ജീകരണമാണ് ഒരുക്കിയത്. പക്ഷേ കണ്ണൂർ വിമാനത്താവളത്തെ അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. അതിൻ്റെ കാരണം വ്യക്തമാക്കിയിട്ടുമില്ല. കണ്ണൂർ വിമാനത്താവളം വഴി നാട്ടിലെത്തേണ്ട ആയിരക്കണക്കിന് ആളുകളുണ്ട്. രജിസ്റ്റർ ചെയ്ത കേരളീയരിൽ 69,179 പേർ കണ്ണൂരിൽ ഇറങ്ങണമെന്നാണ് താൽപ്പര്യപ്പെട്ടിട്ടുള്ളത്. ഈ ലോക്ക്ഡൗണിൻ്റെ കാലത്ത് മറ്റിടങ്ങളിൽ ഇറങ്ങിയാൽ അവരുടെ യാത്രയിലും മറ്റുമുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഊഹിക്കാവുന്നതാണ്. ഈ കാര്യവും പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ വിശദമായി ചൂണ്ടിക്കാണിച്ചു. കേന്ദ്ര ഗവൺമെൻറ് അറിയിച്ചതനുസരിച്ച് കൊറോണ വൈറസ് ബാധിച്ചിട്ടുണ്ടോ എന്ന പരിശോധന നടത്താതെയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വിമാനത്തിൽ ആളുകളെ എത്തിക്കുന്നത്. ഇത് വലിയ അപകടം സൃഷ്ടിക്കുന്ന രീതിയാണ്. ഒരു വിമാനത്തിൽ 200ഓളം പേരാണ് ഉണ്ടാവുക. അതിൽ 1-2 പേർക്ക് വൈറസ് ബാധയുണ്ടെങ്കിൽ യാത്രക്കാർ മുഴുവൻ പ്രശ്നത്തിലാകും. രാജ്യത്താകെ രോഗവ്യാപനത്തിന് ഇടയാക്കും. ഇത് രാജ്യത്താകെ വരുന്ന വിമാനങ്ങൾക്ക് ബാധകമായിട്ടുള്ള കാര്യമാണ്. കേരളത്തിൽ മാത്രമല്ല, എല്ലായിടങ്ങളിലും രോഗവ്യാപന സാധ്യത ഇത് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. കേരളം
പ്രവാസികളെ തിരിച്ചെത്തിക്കാൻ ചിട്ടയോടുകൂടിയ പദ്ധതിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. എന്നാൽ അതിൽ ശ്രദ്ധിക്കേണ്ടത് ലോകവ്യാപകമായി അംഗീകരിക്കപ്പെട്ട സുരക്ഷാ മാനദണ്ഡങ്ങളുണ്ട്. ആ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ ഒരിളവും വരുത്തുന്നത് ശരിയല്ല, അത് അനുവദിക്കാനുമാവില്ല. വിദേശങ്ങളിൽ നിന്ന് നമ്മുടെ സഹോദരങ്ങൾ ഇവിടെ എത്തേണ്ടത് പ്രധാനമാണ്. എന്നാൽ ആളുകൾ വരുമ്പോൾ കോവിഡ് വ്യാപനം തടയുക എന്ന പ്രധാന ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാൻ പറ്റില്ല. ലോകം അംഗീകരിച്ച ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെടുന്നത് ദൗർഭാഗ്യകരമാണ്. അതുകൊണ്ട് പ്രത്യേക വിമാനങ്ങളിൽ തിരിച്ചെത്തിക്കുന്നവരെ യാത്ര തിരിക്കും മുൻപ് തന്നെ പരിശോധന നടത്തണമെന്ന് കത്തിലൂടെ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. ഇപ്പോൾ പ്രഖ്യാപിച്ച രീതിയിൽ വിമാനങ്ങൾ വന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ആരെയും നേരെ വീടുകളിലേക്ക് അയക്കാൻ കഴിയില്ല. ചുരുങ്ങിയത് 7 ദിവസം ക്വാറൻറ്റൈൻ വേണ്ടി വരും. എല്ലാവരും വിമാനത്തിൽ ആരൊക്കെ വരുന്നോ അവർ മുഴുവൻ സർക്കാർ ഒരുക്കുന്ന ക്വാറൻറ്റൈനിൽ കഴിയണം. 7-ാം ദിവസമാണ് അവരുടെ കാര്യത്തിൽ PCR ടെസ്റ്റ് നടത്തുക. ആ ടെസ്റ്റിൽ നെഗറ്റീവായവരെ വീടുകളിലേക്ക് അയക്കും. PCR ടെസ്റ്റിൻ്റെ ഫലം പിറ്റേന്ന് തന്നെ കിട്ടും. പോസിറ്റീവായി ഫലം വന്നാൽ ചികിത്സക്കായി ആശുപത്രികളിലേക്ക് അയക്കും. വീടുകളിൽ പോകുന്നവർ തുടർന്നും ഒരാഴ്ചക്കാലം ക്വാറൻറ്റൈൻ വീട്ടിൽ തുടരേണ്ടി വരും. നേരത്തെ ഇറ്റലിയിൽ നിന്നും ഇറാനിൽ നിന്നും ആളുകളെ കൊണ്ടുവന്നപ്പോൾ ഇന്ത്യൻ മെഡിക്കൽ സംഘം ആദ്യം അവിടങ്ങളിൽ പോയിരുന്നു. അവർ ടെസ്റ്റ് നടത്തിയിരുന്നു, വരേണ്ടവർ ടെസ്റ്റ് നടത്തിയിരുന്നു. വിമാനങ്ങളിൽ അടച്ചിട്ട യാത്രയാണ്. വൈറസ് വ്യാപന സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ പുനഃപരിശോധന വേണമെന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനോട് നാം ആവശ്യപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ നേരത്തെയും ആശയവിനിമയം നടത്തിയിരുന്നു. വിദേശത്ത് നിന്ന് വരുന്നവർക്ക് ക്വാറൻറ്റൈനിൽ കഴിയുമ്പോൾ ആൻറ്റിബോഡി ടെസ്റ്റ് വ്യാപകമായി നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനാവശ്യമായ കിറ്റ് ലഭ്യമാകേണ്ടതുണ്ട്. 2 ലക്ഷം ആൻറ്റിബോഡി ടെസ്റ്റ് കിറ്റിന് കേരളം ഓർഡർ നൽകിയിട്ടുണ്ട്. കൊച്ചി തുറമുഖം വഴിയും പ്രവാസികളെ കൊണ്ടുവരുന്നുണ്ട്. മാലിദ്വീപിൽ നിന്നും 2ഉം UAE-യിൽ നിന്നും 1ഉം കപ്പലുകൾ ഉടൻ വരുമെന്നാണ് അറിയുന്നത്. അതിനാൽ തുറമുഖത്തും ആവശ്യമായ സജ്ജീകരണം ഒരുക്കും. ഇത് സംബന്ധിച്ച് കൊച്ചി തുറമുഖ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. നാവികസേന അധികൃതരുമായി ചീഫ് സെക്രട്ടറി
ഇക്കാര്യം സംസാരിച്ചിട്ടുമുണ്ട്. ഇങ്ങനെ കൊണ്ടുവരുന്നവരുടെ കൂട്ടത്തിൽ മറ്റ് സംസ്ഥാനക്കാരും ഉണ്ടായേക്കാം. അങ്ങനെയുണ്ടെങ്കിൽ അവരെ ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളിലേക്ക് അയക്കും. വിമാനത്താവളങ്ങളോടനുബന്ധിച്ചുള്ള ക്വാറന്റൈൻ കേന്ദ്രങ്ങളിൽ മാത്രമല്ല വിദേശത്തു നിന്നെത്തുന്നവരെ താമസിപ്പിക്കുക. അവരുടെ സ്വന്തം പ്രദേശങ്ങൾക്കടുത്തുള്ള ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ ഇതിനായി ഉപയോഗിക്കും. സ്വന്തം പ്രദേശം എന്ന് പറഞ്ഞാൽ അവരുടെ ജില്ല, ആ ജില്ലയിലെ ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ ഇതിനായി ഉപയോഗിക്കും. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും ഇത്തരം സൗകര്യങ്ങളുള്ള 2.5 ലക്ഷം കിടക്കകൾക്കുള്ള സൗകര്യം കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 1,63,000 കിടക്കകൾ ഇപ്പോൾ തന്നെ ഉപയോഗിക്കാൻ പര്യാപ്തമാണ്. ബാക്കിയുള്ളവ പൂർണ്ണ സജ്ജമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. വികേന്ദ്രീകൃതമായ ക്വാറന്റൈൻ സംവിധാനമാണ് ഉണ്ടാവുക. നമ്മുടെ സംസ്ഥാനത്ത് ഒഴിഞ്ഞുകിടക്കുന്ന ധാരാളം വീടുകളുണ്ട്. വലിയ സൗകര്യങ്ങളുടെ വീടുകളാണ്. അത്തരം വീടുകളും വേണ്ടി വന്നാൽ ക്വാറന്റൈൻ ആക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. 45,000-ലധികം PCR ടെസ്റ്റ് കിറ്റുകൾ സംസ്ഥാനത്തുണ്ട്. കൂടുതൽ കിറ്റുകൾക്ക് ഓർഡർ നൽകിയിട്ടുണ്ട്. ഈ മാസം അവസാനിക്കുമ്പോൾ ഏതാണ്ട് 60,000 ടെസ്റ്റുകൾ നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തയാഴ്ച മുതൽ വിമാനങ്ങളുടെ എണ്ണം വർദ്ധിക്കുമെന്ന് പറയുന്നുണ്ട്. ആഴ്ചയിൽ 20,000 പേർ എത്തും എന്നാണ് കണക്കാക്കുന്നത്. അവരെയെല്ലാം പരിശോധിക്കാനും ക്വാറന്റൈൻ ചെയ്യാനുമുള്ള ദൗത്യമാണ് സർക്കാർ ഏറ്റെടുക്കുന്നത്. ഇതോടൊപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മലയാളികൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ 1,80,540 പേരാണ് നോർക്ക വഴി രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 25,410 പേർക്ക് പാസ് നൽകി. അവരിൽ 3,363 പേർ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ രാജ്യത്ത് രോഗബാധ തീവ്രമായ ചില പ്രദേശങ്ങളുണ്ട്. ചില വൻ നഗരങ്ങളിൽ രോഗികളുടെ എണ്ണവും വ്യാപനവും വർദ്ധിച്ച നിലയാണ്. അങ്ങനെ തീവ്ര രോഗബാധയുള്ള 10 ജില്ലകൾ കണക്കാക്കിയിട്ടുണ്ട്. അത്തരം ജില്ലകളിൽ നിന്നോ നഗരങ്ങളിൽ നിന്നോ വരുന്നവരുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയും ജാഗ്രതയും വേണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെ റെഡ് സോൺ ജില്ലകളിൽ നിന്ന് വരുന്നവർ ഒരാഴ്ച നിർബന്ധമായും സർക്കാർ ഒരുക്കുന്ന ക്വാറന്റൈനിൽ കഴിയേണ്ടി വരും. ഇത് നേരത്തെ പറഞ്ഞതിൽ നിന്നുള്ള ഒരു വ്യത്യാസമാണ്. നേരത്തെ പറഞ്ഞിരുന്നത് വരുന്നവർ അതിർത്തിയിൽ രോഗലക്ഷണം കാണിക്കുന്നില്ലെങ്കിൽ നേരെ വീട്ടിലേക്ക് പോകാമെന്നാണ്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിലെ റെഡ് സോൺ ജില്ലകളിൽ നിന്ന് വരുന്നവരായാൽ അവരൊരാഴ്ച ഇവിടെ സർക്കാർ ഒരുക്കുന്ന ക്വാറന്റൈനിൽ കഴിയണം. അവിടുന്ന് പരിശോധനയിൽ നേരത്തെ പറഞ്ഞതുപോലെ രോഗലക്ഷണമില്ല എന്ന് കണ്ടാൽ വീട്ടിലേക്ക് പോകാം. വീട്ടിൽ പിന്നെ 7 ദിവസം ക്വാറന്റൈൻ തുടരണം. രോഗലക്ഷണമുണ്ടെങ്കിൽ ആശുപത്രിയിലേക്ക് മാറണം.
നോർക്കയിൽ രജിസ്റ്റർ ചെയ്ത് അതിർത്തിയിലെത്തുന്നവർ അവിടെ കുടുങ്ങിക്കിടക്കാൻ പാടില്ല. ഇത് ചിലർ അവിടുന്ന് പാസ് വാങ്ങി ഇവിടുത്തെ പാസ് ഇല്ലാതെ വരുന്നുണ്ട്. ഈ രണ്ടിടത്തെയും പാസ് പ്രധാനമാണ്. എവിടുന്നാണോ പുറപ്പെടുന്നത് അവിടുത്തെ പാസും എവിടെയാണോ എത്തേണ്ടത് അവിടുത്തെ പാസും പ്രധാനമാണ്. ഇപ്പോൾ നേരത്തെ തന്നെ സമയം നിശ്ചയിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എത്തിയാൽ, അതിർത്തിയിലെത്തിയാൽ പെട്ടെന്ന് പരിശോധനകൾ പൂർത്തിയാക്കി യാത്ര തുടരാൻ കഴിയണം, കാലതാമസം ഒഴിവാക്കണമെന്ന് കണ്ടിട്ടുണ്ട്. അതിർത്തികളിൽ നിശ്ചയിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ മാത്രമേ പാടുള്ളൂ. ഇന്നലൊരു ദിവസമാണ് പരിപാടി ആരംഭിച്ചതെങ്കിലും അതിൻ്റെ ഭാഗമായുള്ള ചില അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്തും സ്വീകരണ പരിപാടിയൊന്നും വേണ്ട, ഉദ്യോഗസ്ഥരല്ലാത്ത ആരും അവിടെ ഉണ്ടാകേണ്ടതുമില്ല, ഒരു സ്വീകരണ പരിപാടിയും അനുവദിക്കുകയുമില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കേരളീയരെ തിരിച്ചെത്തിക്കാൻ ട്രെയിൻ ഏർപ്പെടുത്തുന്നതിനുള്ള ശ്രമം തുടരുകയാണ്. അതിൽ ഏറ്റവും അകലെ കഴിയുന്ന വിദ്യാർത്ഥികൾ, ഇപ്പോൾ പഞ്ചാബ്, ഹരിയാന പോലുള്ള സംസ്ഥാനങ്ങളിൽ, ഡൽഹി, ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളുണ്ട്. അത്തരം വിദ്യാർത്ഥികളെ ഡൽഹി കേന്ദ്രമാക്കി തിരിച്ചു കൊണ്ടുവരാനുള്ള, ട്രെയിൻ വഴി തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. അന്തർ സംസ്ഥാന യാത്രക്ക് വാഹനം ലഭിക്കുന്നതിനുള്ള പ്രയാസം പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവർ ചെലവ് വഹിക്കാൻ തയ്യാറാണ്, പക്ഷേ വാഹനം ലഭ്യമല്ല. ആ പ്രശ്നം പരിഹരിക്കുന്നതിന് സംവിധാനം ഉണ്ടാക്കുന്നതിന് ആലോചിക്കുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്തുള്ള അതിഥി തൊഴിലാളികളിൽ 14,896 പേർ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പോയിട്ടുണ്ട്. ഇന്ന് 3 ട്രെയിനുകളാണ് യാത്ര തിരിച്ചത്. യാത്രാപാസുമായി ബന്ധപ്പെട്ട് ചില കേന്ദ്രങ്ങളിൽ ചില ആശയക്കുഴപ്പങ്ങളുണ്ട്. ഇപ്പോൾ സാധാരണ നിലയിൽ പാസ് വാങ്ങേണ്ടതില്ല എന്ന കാറ്റഗറിയിൽപ്പെടുന്നവർ, ഇപ്പോൾ സർക്കാർ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ, ആരോഗ്യ പ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, ശുചീകരണ തൊഴിലാളികൾ, സർക്കാർ ജീവനക്കാർ, ISRO, IT മേഖലകളിലുള്ളവർ, ഡാറ്റാ സെൻറ്റർ ജീവനക്കാർ, ഇവരൊക്കെ മറ്റ് ജില്ലകളിലേക്ക് യാത്ര ചെയ്യേണ്ടി വന്നാൽ തന്നെ പാസ് പ്രത്യേകമായി വാങ്ങേണ്ടതില്ല. കാരണം അവർക്ക് ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡുണ്ട്, അത് കാണിച്ചാൽ മതിയാകും. വൈകുന്നേരം 7 മണി മുതൽ അടുത്ത ദിവസം രാവിലെ 7 മണി വരെയുള്ള യാത്രാ നിരോധനവും ഇവർക്ക് ബാധകമല്ല. അവശ്യ സർവീസ് വിഭാഗത്തിൽപ്പെടാത്തവർക്കാണ് അത് ബാധകമാവുക. വളരെ അത്യാവശ്യമുള്ള മെഡിക്കൽ ആവശ്യങ്ങൾക്കല്ലാതെ വൈകുന്നേരം 7 മണി മുതൽ രാവിലെ 7 വരെ യാത്ര പാടില്ല. അതായത് ജനങ്ങൾ അനാവശ്യമായി പുറത്തിറങ്ങുന്നത് തടയുക തന്നെയാണ് ഉദ്ദേശം. അതിനാണ് ഈ നിയന്ത്രണം. അത്യാവശ്യ കാര്യങ്ങൾക്ക്
സഞ്ചരിക്കാനാണ് പോലീസ് പാസ് സംവിധാനം. ഹോട്ട്സ്പോട്ട് മേഖലകളിലേക്ക്, ഇപ്പോഴത്തെ കണ്ടെയ്ൻമെൻറ്റ് സോൺ, ആ മേഖലകളിലേക്ക് പോലീസ് പാസ് നൽകില്ല. എല്ലാ ദിവസവും ജില്ല വിട്ടുപോയി വരുന്നതിന് പാസ് ലഭിക്കില്ല. ജില്ലാന്തര യാത്രകൾക്ക് തടസ്സമില്ല. നേരത്തെ അതിനത് വ്യക്തമാക്കിയിട്ടുണ്ട്. താമസിക്കുന്ന പോലീസ് സ്റ്റേഷൻ അതിർത്തി എവിടെയാണോ ആ പോലീസ് സ്റ്റേഷനിൽ അപേക്ഷ കൊടുത്താൽ ആവശ്യമായ പാസ് ലഭിക്കും. സംസ്ഥാനത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകിയിട്ടുണ്ട്. എന്നാൽ പല സാധനങ്ങൾക്കും അമിത വില ഈടാക്കുന്നുണ്ട് എന്നാണ് പരാതി. നേരത്തെ കയ്യിലുള്ള സ്റ്റോക്കാണ് ഇപ്പോൾ വിൽക്കുന്നത്. ഇപ്പോൾ കുറച്ച് നാൾ വിൽപ്പന നടക്കാത്തത് കൊണ്ട് ആ നടക്കേണ്ട ഘട്ടത്തിൽ നടക്കാത്ത കാര്യത്തിൽ അപ്പോൾ കിട്ടേണ്ടിയിരുന്ന ലാഭം കൂടി ഈ വിൽപ്പനയിലൂടെ സമ്പാദിച്ച് കളയാമെന്ന് ചിന്തിക്കരുത്. ആരും അമിതവില ഈടാക്കാൻ പാടില്ല. അത് തടയാൻ നടപടിയെടുക്കും. നിർമ്മാണ പ്രവർത്തനങ്ങൾ കണ്ടെയ്ൻമെൻറ്റ് സോണുകളിൽ മാത്രമേ ഇപ്പോൾ ആരംഭിക്കുന്നതിന് തടസ്സമുള്ളൂ. മറ്റെല്ലായിടങ്ങളിലും നേരത്തെ പ്രഖ്യാപിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരാം. മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് ബന്ധപ്പെട്ട അനുവാദം നൽകണം. വീട് നിർമ്മാണമടക്കമുള്ള സ്വകാര്യ നിർമ്മാണ പ്രവർത്തനങ്ങളുണ്ട്. അതിന് ഒരു തടസ്സവുമില്ല. ഇപ്പോൾ ഒരു പരിശോധനയിൽ കാണുന്നത് 25% താഴെ മാത്രമേ അത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളൂ എന്നാണ്. അപ്പോൾ അത് അനുമതിയുടെ പ്രശ്നമാണ്. അനുമതി നൽകുന്നതിന് യാതൊരു തടസ്സവും ഇക്കാര്യത്തിലില്ല. അതിഥി തൊഴിലാളികൾ, നാട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ, അവരെ നാട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടി തന്നെയാണ് ഇവിടെ തുറന്നു വരുന്നത്. എന്നാൽ എവിടെയാണോ എത്തേണ്ടത് ആ സംസ്ഥാനം കൂടി തീരുമാനിക്കുന്ന മുറക്കാണ് ഇവിടുന്ന് പോവുക. ഇതിൻ്റെ ഭാഗമായി ചില തെറ്റിദ്ധാരണകൾ ഈ വിഭാഗത്തിൻ്റെ ഇടയിൽ പരത്തി അവരെ തെരുവിലിറക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അതിനെതിരെ ജാഗ്രത തുടരേണ്ടതായിട്ടുണ്ട്. ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത് മുതൽ നാട്ടിൽ പോകാൻ കഴിയാതെ അഴീക്കൽ തുറമുഖത്ത് 60ഓളം അന്തർ സംസ്ഥാന മത്സ്യത്തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇവിടുന്ന് പോകുന്നതിന് അവർക്ക് യാതൊരു തടസ്സവുമില്ല. അതിനാവശ്യമായ അനുവാദം ഇവിടുന്ന് നൽകും. പക്ഷേ പോകണമെങ്കിൽ എവിടെയാണോ അവർ പോകേണ്ടത് ആ സംസ്ഥാനം കൂടി അനുവദിക്കണം. അവരനുവദിക്കുകയാണെങ്കിൽ ഇവിടുന്ന് പോകുന്നതിന് അനുമതി കൊടുക്കാമെന്നാണ് കണ്ടിട്ടുള്ളത്. പലയിടങ്ങളിലും സ്വകാര്യ ഓഫീസുകൾ തുറക്കാത്തതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സ്വകാര്യ ഓഫീസുകൾ നിബന്ധന വെച്ച് തുറക്കാൻ അനുവദിക്കും. കണ്ടെയ്ൻമെൻറ്റ് സോണിൽ പറ്റില്ല. അതല്ലാത്തടത്ത് നിശ്ചിത എണ്ണം ആളുകളെ വെച്ച് തുറക്കാനുള്ള അനുമതി നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. വാഹനങ്ങളുടെ കാര്യത്തിൽ ഒറ്റ ഇരട്ട നമ്പർ നിങ്ങളെല്ലാവരും ചോദിക്കുന്ന കാര്യമാണല്ലോ. അത് നേരത്തെയുള്ള തീരുമാനം ഒഴിവാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ നമ്പറുകളും ഓടാമെന്ന് തന്നെയാണ് കാണുന്നത്. മലയാളികൾ മടങ്ങിയെത്തുന്നതിന് മുൻപ്
ചികിത്സാരംഗം കൂടുതൽ ശക്തിപ്പെടുത്താനാണിത്. മാത്രമല്ല, മഴക്കാലം കൂടി വരികയാണ്. അപ്പോൾ നിരവധി പേർക്ക് ഒരേ സമയം ചികിത്സ നൽകേണ്ട സാഹചര്യം വന്നേക്കാം. നിരീക്ഷണത്തിൽ കഴിയുന്നവർക്ക് കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുമുണ്ട്. അപ്പോൾ അതിനെല്ലാം ആശുപത്രികളെ ശക്തിപ്പെടുത്തണം. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളിലും താൽക്കാലിക നിയമനം ഇതിൻ്റെ ഭാഗമായാണ് നടത്തുന്നത്. നമ്മുടെ ആരോഗ്യ സംവിധാനത്തിൻ്റെ മികവിൽ സ്വകാര്യ ആശുപത്രികൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഇന്ന് ആരോഗ്യ മേഖലയാകെ കേന്ദ്രീകരിച്ചിട്ടുള്ളത് കോവിഡ് പ്രതിരോധത്തിലാണ്. ഇനിയുള്ള ദിവസങ്ങൾ കൂടുതൽ വലിയ വെല്ലുവിളികളാണ് നമുക്ക് ഏറ്റെടുക്കാനുള്ളത്. അതിൽ സ്വകാര്യ ആശുപത്രികളുടെയും ആ മേഖലയിലുള്ളവരുടെയും സഹകരണം ഏറ്റവും പ്രധാനമാണ്. ഇന്ന് സ്വകാര്യ മേഖലയിലെ ആശുപത്രി മാനേജ്മെൻറ്റുകളുമായി ഒരു വീഡിയോ കോൺഫറൻസ് നടത്തുകയുണ്ടായി. ഇതിനുള്ള പദ്ധതിയാണ് അതിൽ ചർച്ച ചെയ്തത്. രാജ്യത്തിന് പുറത്തു നിന്നും അകത്തു നിന്നും മലയാളികൾ വരികയാണ്. രോഗപ്രതിരോധത്തിന് കൂടുതൽ സൗകര്യം വേണ്ടിവരും. സർക്കാർ മേഖലയും സ്വകാര്യ മേഖലയും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കേണ്ട ഘട്ടമാണിത്. നേരത്തെ തന്നെ പല സ്വകാര്യ ആശുപത്രികളും അവരുടെ സൗകര്യം പൊതുകാര്യത്തിനായി വിട്ടു നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ സർക്കാർ സ്വകാര്യ മേഖലകളിലെ ഡോക്ടർമാർ ഒരുമിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന രീതി വരണം. ശരിയായ ഏകോപനത്തോടെ വികേന്ദ്രീകൃത രീതിയിലാണ് ഇക്കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. ഇതിന് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ തന്നെ മോണിറ്ററിംഗ് സംവിധാനം വേണം. ഡോക്ടർമാർ, നഴ്സുമാർ, പാരാമെഡിക്കൽ സ്റ്റാഫ് എല്ലാം ചേർന്നുള്ളൊരു സംയുക്ത നീക്കമാണ് ഉദ്ദേശിക്കുന്നത്. പ്രായമായവർ, മറ്റ് വിവിധ രോഗങ്ങൾ ബാധിച്ചവർ, വിദേശത്തു നിന്നും രാജ്യത്ത് സംസ്ഥാനത്തിന് പുറത്തു നിന്നും വന്നവർ, ഇങ്ങനെയുള്ളവരുമായൊക്കെ ഡോക്ടർമാർക്ക് സംവദിക്കാൻ ടെലിമെഡിസിൻ സംവിധാനം ഉറപ്പുവരുത്തും. ഈ സംവിധാനത്തിലേക്ക് വരാൻ തയ്യാറാകുന്ന ഡോക്ടർമാരുടെ ലിസ്റ്റ് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ തയ്യാറായിരിക്കും. നേരത്തെ പറഞ്ഞതാണ്, രോഗിയെ ഡോക്ടർക്ക് കാണണമെങ്കിൽ അതിനുള്ള സംവിധാനവും ഏർപ്പെടുത്തും. വികേന്ദ്രീകൃതമായ ഈ സംവിധാനം ഫലപ്രദമാക്കാൻ സ്വകാര്യ ആശുപത്രികളുടെ സഹകരണം അഭ്യർത്ഥിച്ചു. ആവശ്യമായ കിറ്റ്, മരുന്ന്, ജീവനക്കാർക്കുള്ള പരിശീലനം സ്വകാര്യ ആശുപത്രികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാരും ആ നിലക്കാണ് ചിന്തിക്കുന്നത്. PPE കിറ്റ്, മാസ്ക് ഇവയൊക്കെ കേരളത്തിൽ തന്നെ നിർമ്മിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഓരോ ആശുപത്രിയും രോഗികളുടെ പരിശോധന, കാത്തിരിപ്പ്, രോഗീ പരിപാലനം, ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ പ്രോട്ടോക്കോൾ ഉറപ്പാക്കണം. ജീവനക്കാരുടെ പരിശീലനവും ഉറപ്പാക്കണം. എല്ലാ ചികിത്സാ രീതികളും മിതമായ നിരക്കിൽ ഏകീകരിക്കണം. അടുത്ത 3-4 മാസത്തെ നിലവെച്ച് പ്രതീക്ഷിക്കാവുന്ന അധിക ചികിത്സാഭാരം വെച്ച്
PPE കിറ്റ്, N95 മാസ്ക്, ഓക്സിജൻ സിലിണ്ടർ, മറ്റ് മെഡിക്കൽ ഉപകരണങ്ങൾ തുടങ്ങിയവ പരമാവധി കരുതി വെക്കണം. സർക്കാരിൻ്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ സഹകരണമുണ്ടെന്നും ഒപ്പമുണ്ടെന്നും സ്വകാര്യ ആശുപത്രി അധികൃതരെല്ലാം അറിയിക്കുകയുണ്ടായി. ഈ ഘട്ടത്തിൽ ലഭിച്ച ചില സഹായങ്ങൾ പാരിപ്പള്ളി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ കോവിഡ് ചികിത്സയ്ക്ക് വേണ്ടി KMML 50 ലക്ഷം രൂപ സഹായം കൈമാറി. അവർ നേരത്തെ 2 കോടി രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുകയും ചെയ്തിരുന്നു. ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ആരോഗ്യ പ്രവർത്തകർക്ക് 1000 PPE കിറ്റിന് 5 ലക്ഷം രൂപ, സ്കൂൾ കുട്ടികൾക്ക് 1 ലക്ഷം മാസ്ക്, ഹാപ്പി കിഡ്സ് അപ്പാരൽസ് പ്രസവ ആവശ്യങ്ങൾക്കായി വരുന്ന സംസ്ഥാനത്തെ 700 അമ്മമാർക്കും കുട്ടികൾക്കും വേണ്ട മാസ്ക്, ബേബി ടവൽ ഇവയെല്ലാം വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ 500ഓളം ലൈബ്രറികളിൽ ലോക്ക്ഡൗൺ ഫെസ്റ്റ് നടത്തുന്നു. ലൈബ്രറി കൗൺസിൽ 1 ലക്ഷം മാസ്ക് വിതരണം ചെയ്യുന്നു. കേരളത്തിലെ IT ജീവനക്കാരുടെ ക്ഷേമ സംഘടന പ്രോഗ്രസീവ് ടെക്കീസ് 70 PPE കിറ്റുകളും മറ്റ് സുരക്ഷാ ഉപകരണങ്ങളും കൈമാറി. സിനിമാ താരം ബിനു മോഹൻ, ഭാര്യ വിന്ധ്യ, തെരുവോരം മുരുകൻ ഇവരുടെ നേതൃത്വത്തിൽ ആലപ്പുഴ മേഖലയിൽ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരെ കണ്ടെത്തി ദേഹം വൃത്തിയാക്കി ഭക്ഷണം നൽകി. ദാറുൽ ഹിദായ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള മട്ടന്നൂരിലെ ഉളിയിലെ സ്ഥാപനം ക്വാറന്റൈൻ ആവശ്യങ്ങൾക്ക് വിട്ടു നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. തൊടുപുഴ ധന്വന്തരി വൈദ്യശാല ഗ്രൂപ്പ്, തൃശ്ശൂർ ട്രാവൽ ഫോർ ഹെൽത്ത്, തൃശ്ശൂർ ഐവാസ് ബിസിനറി സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ഇവർ സംയുക്തമായി കേരള പോലീസിന് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള 25,000 ആയുർവേദ കിറ്റുകൾ സൗജന്യമായി നൽകും. ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയവരാണ് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. 1 മാസത്തെ പെൻഷൻ തുക 39,000 രൂപ. മിസോറാം ഗവർണർ PS ശ്രീധരൻപിള്ള 2 ലക്ഷം രൂപ. CPIM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ചടയം ഗോവിന്ദൻ്റെ ഭാര്യ ദേവകി 1 മാസത്തെ പെൻഷൻ തുക, കൊച്ചുമക്കളായ അഭിജ, ആരുണി 5,002 രൂപ. എളമരം കരീം MP 82,000 രൂപ. മുൻ മന്ത്രി PK ശ്രീമതി 1,50,000 രൂപ. മുൻ MP NN കൃഷ്ണദാസ് പെൻഷൻ തുക 41,000 രൂപ. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം K വരദരാജൻ 1,15 ലക്ഷം രൂപ. ഗുരുവായൂർ ദേവസ്വം 5 കോടി. തൃശ്ശൂർ ചേലക്കര നിയോജക മണ്ഡലത്തിലെ സഹകരണ സംഘങ്ങൾ ചേർന്ന് 56,45,120 രൂപ. മലപ്പുറം കവന്നൂർ പഞ്ചായത്ത് 50 ലക്ഷം. ആലപ്പുഴ പുല്ലുകുളങ്ങര സർവീസ് സഹകരണ ബാങ്ക് 36,74,000. പയ്യോളി അർബൻ സഹകരണ ബാങ്ക് 34,79,564. പ്രവാസിയായിരുന്ന ദിനേശൻ ദിവാകരൻ ആലപ്പുഴയിൽ തൻ്റെ പേരിലുള്ള വീടുൾപ്പെടെയുള്ള 11 സെൻറ്റ് സ്ഥലം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്.
കരകുളം ഗ്രാമപഞ്ചായത്ത് 30 ലക്ഷം രൂപ. പയ്യന്നൂർ സർവീസ് സഹകരണ ബാങ്ക് 22,17,000 രൂപ. പിണറായി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് 20,25,000 രൂപ. കരിവള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് 18,62,61 രൂപ. പുലാമന്തോൾ സർവീസ് സഹകരണ ബാങ്ക് 16,56,500 രൂപ. കറുകച്ചാൽ ഗ്രാമപഞ്ചായത്ത് 15 ലക്ഷം. നീലേശ്വരം കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് 10,61,914. ആന്തൂർ നഗരസഭ 10 ലക്ഷം. ഭാരതീയ വിദ്യാഭവൻ കൊച്ചി 10 ലക്ഷം. കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് 10 ലക്ഷം. യു അച്ചു ദോഹ കോട്ടക്കൽ 10 ലക്ഷം. കോട്ടയം മലബാർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് 9,50,303 രൂപ. ക്വാളിറ്റി കറി പൗഡർ ചേർത്തല 9,12,870 രൂപ. തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എംപ്ലോയീസ് സഹകരണ സംഘം 8,65,949 രൂപ. കുറുവമ്പലം സർവീസ് സഹകരണ ബാങ്ക് 8,45,561 രൂപ. പിക്കോസ് പിണറായി 6 ലക്ഷം രൂപ. കുന്നിരിക്ക സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് 5,885 രൂപ. വേങ്ങാട് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് 5,51,300 രൂപ. ഓൾ ഇന്ത്യ അസോസിയേഷൻ ഓഫ് സെൻട്രൽ എക്സൈസ് ഗസ്റ്റഡ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് കേരള യൂണിറ്റ് 5 ലക്ഷം രൂപ. എരുവട്ടി വനിതാ ബാങ്ക് 1,15,000 രൂപ. പിണറായി ക്ഷീരസംഘം 1 ലക്ഷം രൂപ. കോട്ടയം വനിതാ ബാങ്ക് 30,000 രൂപ. ചിറക്കുനി വനിതാ ബാങ്ക് 65,000 രൂപ. പാതിരിയാട് വനിതാ ബാങ്ക് 63,300 രൂപ. ISRO പെൻഷനേഴ്സ് അസോസിയേഷൻ ആദ്യ ഗഡു 5 ലക്ഷം രൂപ. കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി 5 ലക്ഷം രൂപ. കാർഡിയോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ കേരള ഘടകം 5 ലക്ഷം. ഓൾ ഇന്ത്യ അസോസിയേഷൻ ഓഫ് സെൻട്രൽ എക്സൈസ് ഗസ്റ്റഡ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് കേരള യൂണിറ്റ് 5 ലക്ഷം. ഓൾ ഇന്ത്യ പോസ്റ്റ് ലാൻഡ് RMS പെൻഷനേഴ്സ് അസോസിയേഷൻ 5 ലക്ഷം. കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പെൻഷനേഴ്സ് അസോസിയേഷൻ 5 ലക്ഷം. ഹൈഡ്രൽ ടൂറിസം ജീവനക്കാർ 5 ലക്ഷം. അഖില ഭാരത അയ്യപ്പ സേവാ സംഘം 5 ലക്ഷം. ശബരിമല മേൽശാന്തി AK സുധീർ നമ്പൂതിരി 10,000. ലെൻസ്ഫെഡ് 5 ലക്ഷം. കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് ഏകദേശം 10 ലക്ഷം രൂപയുടെ അവശ്യ സാധനങ്ങളും ഇവർ വിതരണം ചെയ്തിരുന്നു. പ്രവാസികളായ മാണിയക്കൽ പോൾ തോമസും മിനി തോമസും 4 ലക്ഷം. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ 2,40,000. കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ TK നാരായണൻ 2,02,532 രൂപ. പ്രശസ്ത നർത്തകൻ ഡോക്ടർ വേണുഗോപാൽ 2 ലക്ഷം. തൃപ്പൂണിത്തുറ സ്വദേശി ജയദേവൻ 2 ലക്ഷം. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ 2 ലക്ഷം. വട്ടിയൂർക്കാവ് സരസ്വതി വിദ്യാലയം ചെയർമാൻ ഡോക്ടർ G രാജ്മോഹൻ 2 ലക്ഷം. ഓൾ ഇന്ത്യ റിസർവ് ബാങ്കേഴ്സ് അസോസിയേഷൻ തിരുവനന്തപുരം യൂണിറ്റ് 2 ലക്ഷം. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ സത്യൻ G 2 ലക്ഷം. തൃശ്ശൂർ കാരമുക്ക് ചിദംബര ക്ഷേത്രം 2 ലക്ഷം. ഉസ്മാൻ ഹാജി ഷെയ്ഖ് ഗ്രൂപ്പ് ഓഫ് കമ്പനി ട്രിഡൻറ്റ് ആർക്കേഡ് കൽപ്പറ്റ 2 ലക്ഷം. ആലുവ കടുങ്ങല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് 1,65,000. ഇടപ്പയിൽ ഫോറിങ്സ് 1 ലക്ഷം. കെൽട്രോണിൽ നിന്ന് വിരമിച്ച ജീവനക്കാർ 1,51,515 രൂപ. പ്രവാസി വാട്സപ്പ് കൂട്ടായ്മ ചങ്ങരംകുളം 1,30,500. കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റൽ സ്റ്റാഫ് റിക്രിയേഷൻ ക്ലബ്ബ് 1,04,100. കരുളായി ഉള്ളിയിൽ ഗവൺമെൻറ് UP സ്കൂൾ അധ്യാപകൻ TK ശ്രീകുമാറും ഭാര്യ കരുളായി KM ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ലാജിയും 1,20,000 രൂപ. KB നാരായണമാരാർ പള്ളിക്കുന്ന് 1 മാസത്തെ പെൻഷൻ തുകയ്ക്ക് പുറമെ 1 ലക്ഷം രൂപ. റീജിയണൽ ക്യാൻസർ സെൻ്ററിലെ സർജറി വിഭാഗത്തിലെ അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ K ചന്ദ്രമോഹൻ, ഭാര്യ ദേവി മോഹൻ എന്നിവർ ചേർന്ന് 1 ലക്ഷം. സർവീസ് പെൻഷനറായ പട്ടത്താനം നഗർ 71 പ്രൊഫസർ S ഷാനവാസ് 1 ലക്ഷം. മുൻ ലേബർ കമ്മീഷണറും തിരുവനന്തപുരം ജില്ലാ കളക്ടറുമായ റിട്ടയേർഡ് IAS ഓഫീസർ S ശ്രീനിവാസൻ 1 ലക്ഷം. തൃശ്ശൂർ പരിങ്ങോട്ടുകര കാനാടിക്കാവ് മഠാധിപതി വിഷ്ണു ഭാരതീയ സ്വാമി 1 ലക്ഷം. പാറ്റൂർ സെൻറ്റ് ഇഗ്നേഷ്യസ് കനാനായ സിറിയൻ ചർച്ച് 1 ലക്ഷം. ഐക്യമല അരിയ മഹാസഭ 1 ലക്ഷം. എറണാകുളം വിവേക ചന്ദ്രിക സഭ 1 ലക്ഷം.
VVS ഫ്രഷ് ആൻഡ് ഫൈൻ ഔട്ട്ലെറ്റ് ഡയറക്ടർ ഷാബു 1,01,000 രൂപ. പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് വിരമിച്ച C. രാമചന്ദ്രൻ, പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് വിരമിച്ച ഭാര്യ KN പൊന്നമ്മ എന്നിവർ ചേർന്ന് 1,00,000 രൂപ. ചേർത്തല എഴുപുന്ന ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡൻ്റായിരുന്ന അന്തരിച്ച KS ദാനജയൻ്റെ ഭാര്യ സതീ ദാനജയൻ 1,00,000 രൂപ. 3 സ്റ്റാർ ക്രിയേഷൻ ആലുവ എറണാകുളം 1,00,000. AMA ഓയിൽ മിൽ പെരുമ്പാവൂർ 1,00,000. പെരിന്തൽമണ്ണ കണ്ണാന്തൊടി മൈതൂട്ടി സക്കാത്ത് 1,05,000 രൂപ. പുഷ്പ ബാബു റസൽ ഒമാൻ 1,00,000. മലപ്പുറം മങ്കട സ്വാശ്രയ കർഷക സമിതി 1,01,000. മാറാക്കര CV അബ്ദുൽ കരീം ഹാജി 1,00,000. പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി അംഗം KP സോമരാജൻ IPS 1 മാസത്തെ ശമ്പളം. പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി 1,35,500. വിഴിഞ്ഞം സബ് ട്രഷറിയിൽ നിന്നും വിരമിച്ച G. രാജൻ 1,00,000. വെള്ളിയൂർ ക്യാപ്റ്റൻ ലക്ഷ്മി ചാരിറ്റബിൾ ട്രസ്റ്റ് 1,00,000. കോട്ടയം ഇലക്കാട് സെൻറ്റ് മേരീസ് പള്ളി വികാരി ഫാദർ പോൾ ചാലവീട്ടിൽ ജീസസ് ഫാൻസ് ട്രസ്റ്റ് ചെയർമാൻ ബിജു പാലായിൽ എന്നിവരുടെ നേതൃത്വത്തിൽ സമാഹരിച്ചത് 1,00,000. മസ്കറ്റ് സലാലയിൽ ജോലി ചെയ്യുന്ന കൂടാളിയിലെ MB ഷംസുദ്ദീൻ 1,00,000. സമഗ്ര ശിക്ഷ കണ്ണൂർ ജില്ലാ പ്രോജക്റ്റ് കോർഡിനേറ്റർ TP വേണുഗോപാലിന് 1,00,000. കാസർഗോഡ് ഗവൺമെൻറ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ 1,50,000 രൂപ. ഒപ്പരം യൂറോപ്പിലെ മാൾട്ട യുവധാര സാംസ്കാരിക വേദി 1,00,000. കേപ്പ് ഡയറക്ടർ R. ശശികുമാർ 1,04,14 രൂപ. AG's ഓഫീസ് ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് അസോസിയേഷൻ കൺവീനർ R. കൃഷ്ണകുമാർ 1,00,000. അദ്ദേഹത്തിൻ്റെ ഭാര്യ കേരള കോഓപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ജീന ജോസ് 75,000 രൂപ. മകൾ അശ്വതി കൃഷ്ണകുമാർ സ്വന്തം പെയിൻറ്റിംഗ് വിറ്റ് കിട്ടിയ 5,000 രൂപ. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് എംപ്ലോയീസ് സഹകരണ സംഘം 1,49,543. തൃശ്ശൂർ മൂർക്കാനിക്കര TR ഗോവിന്ദൻകുട്ടി ഫൗണ്ടേഷൻ 1,11,111. കേരള ഗവൺമെൻറ് ഡെൻ്റൽ ഓഫീസേഴ്സ് ഫോറം 1,00,000. കണ്ടോത്ത് ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രം 1,00,000. നെന്മാറ തേവർമണി തെക്കേത്തറ വീട്ടിൽ മാധവിയമ്മ 1 സ്വർണ്ണവള. മലപ്പുറം മങ്കട സ്വാശ്രയ കർഷക സമിതി 1,01,000 രൂപ. കൊട്ടാരക്കരയിലെ ഹോട്ടൽ ഉടമ വിജയൻ 1,00,000. കോട്ടയം ചങ്ങനാശ്ശേരിയിലെ ബിസ്മി ലോട്ടറി ഏജൻസി ഉടമ TA ബൈജു പണം കൊടുത്ത് ജനങ്ങളിൽ നിന്ന് വാങ്ങിയ 1,00,000 രൂപയുടെ സമ്മാനാർഹമായ ലോട്ടറി ടിക്കറ്റുകൾ. K. ചന്ദ്രശേഖര ബാബു റിട്ടയേർഡ് IAS 50,000 രൂപ. ഇനി കുട്ടികളുടെ സംഭാവനയുണ്ട്. കുട്ടികളുടെ പേര് പറയാതിരുന്നാലൊരു മോശമാണല്ലോ. മഞ്ചേരി 7ാം ക്ലാസ് വിദ്യാർത്ഥിനി അനാമിക തൻ്റെ കമ്മൽ ദുരിതാശ്വാസ നിധിയിലേക്ക്. കൊട്ടാരക്കര ഭവാനി കലാവേദിയിലെ കുട്ടികൾ 15,001. അബുദാബി ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥിനികളായ ഗായത്രി സലീഷ്, ഹിരണ്യ സലീഷ് 10,000. മലപ്പുറം തിരൂരങ്ങാടിയിലെ മിഷാൽ മുഹമ്മദ് ഭിന്നശേഷി പെൻഷനിൽ നിന്നും 10,000. പാലാ അന്തിനാട് ആകാശ് കൃഷ്ണ, ആര്യൻ കൃഷ്ണ, അക്ഷര 10,000. വട്ടിയൂർക്കാവ് സരസ്വതി വിദ്യാലയത്തിലെ വിദ്യാർത്ഥി കാരുണ്യ കൂട്ടായ്മ പ്രതിമാസം 10,000 രൂപ വീതം ഈ അധ്യയന വർഷം മുഴുവൻ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആദ്യ ഗഡു കൈമാറി. പോത്തങ്കോട് കുളപ്പാറ ഐശ്വര്യയിൽ ദക്ഷിണ VS ലാലും വിഷ്ണു VS ലാലും 9,250. കാസർഗോഡ് അജാനൂർ ഫഫ മറിയം 6,000. വെള്ളായണി കുഴിവിള ഗൗരീശങ്കരത്തിൽ ആദിത്യൻ അനന്തിക 6,004 രൂപ. കണിച്ചുകുളങ്ങര VNSS SN ട്രസ്റ്റ് സെൻട്രൽ സ്കൂൾ ദേവനാരായണൻ ദേവശ്രീ സുരേഷ് 5,500. വലപ്പാട് ഭാരതീയ വിദ്യാഭവൻ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി നതാഷ പത്മ 8,200. കരുനാഗപ്പള്ളി ഇടക്കുളങ്ങര അശ്വതിയിൽ ശ്രീനിഷ 5,000. പയ്യന്നൂർ കണ്ടോത്ത് സിവിൽ പോലീസ് ഓഫീസറായിരുന്ന മൈച്ച രവീന്ദ്രൻ്റെ മക്കൾ അമൽ അനൽ 5,000. പിണറായിലെ ഷഹിൻഷാ സ്കോളർഷിപ്പ് തുക 4,000 രൂപ. നീർക്കുന്നം STV ഗവൺമെൻറ് UP സ്കൂൾ ലഹരിവിരുദ്ധ കൂട്ടായ്മ തണൽ 3,945. സനികദേവ് കോഴിക്കോട് പ്രസൻറ്റേഷൻ 3,000 രൂപ. മുംബൈയിൽ താമസിക്കുന്ന മലയാളി 8ാം ക്ലാസ്സുകാരി പ്രിയാഞ്ചി B ഷാ 3,001 രൂപ. തൃശ്ശൂർ ചാഴൂരിലെ ചുള്ളിപ്പറമ്പിൽ സജീവൻ മകൻ സൗരവ് 2 മാസത്തെ ഭിന്നശേഷി പെൻഷൻ. രാമന്തളി ബെഡ്സ് സ്കൂൾ വിദ്യാർത്ഥി ഹരികൃഷ്ണൻ 1,500 രൂപ. കാഞ്ഞിരപ്പള്ളി എടകുന്നം മേരി മാതാ പബ്ലിക് സ്കൂൾ 2ാം ക്ലാസ് വിദ്യാർത്ഥി ശ്രീദേവേസ് ചാലിൽ 1,030 രൂപ. അലിന റോബർട്ട് വഴുതക്കാട് കാർമൽ ഗേൾസ് HSS 500 രൂപ. തമന്ന നസീർ ശ്രീകാര്യ 478. അരുണാചൽ പ്രദേശിൽ താമസിക്കുന്ന മലയാളികൾ ഹേമന്ത് കൃതാർത്ഥ 430.
പുതുപ്പള്ളി എറിയാട് ഗവൺമെൻറ് യു പി സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനി എലിസബത്ത് സൂസൻ സുനിൽ 2002. കുമാരി ആർദ്ര പരിയാരം 3000. പ്രാർത്ഥന പ്രമോദ് ചെങ്ങന്നൂർ 2500. പള്ളിക്കര കല്ലിങ്കാലിൽ മറിയം ഷിഹാന സഹോദരൻ മുഹമ്മദ് KC 2000 രൂപ. തിരുവനന്തപുരം ചാല KK മാർക്കറ്റ് റോഡിന് സമീപം സുഹ ഫാത്തിമ 1100 രൂപ. മീര മിലാൻ അജിത്ത് 60,000 രൂപ. അങ്ങനെ വലിയൊരു ലിസ്റ്റാണ്. ഈ കുട്ടികളാകുമ്പോൾ വായിക്കാതിരുന്നാലൊരു മോശമാണല്ലോ. അപ്പോൾ സമയം കുറച്ചായി എന്ന് മാത്രം. ഇത്രയാണ് ഇന്ന് പറയാനുള്ളത്.